ഹരി ഓം. എല്ലാവർക്കും ഇന്നത്തെ ഓപ്പൺ ഡിസ്കഷനിലേക്ക് സ്വാഗതം. സംസ്കാരം, സംഘടന, സേവ, NYC SPYS NYC മലയാളം ഓൺലൈൻ. നമ്മുടെ ഇന്നത്തെ 109ാമത്തെ ദിവസമാണ് വിഭൂതി യോഗം. നമ്മൾ കഴിഞ്ഞതിന് മുൻപിലത്തെ ആഴ്ച നമ്മൾ എല്ലാം വായിച്ച അതിൻ്റെ അർത്ഥവും നമ്മൾ തന്നെ പറഞ്ഞു. ഇന്ന് ഓപ്പൺ ഡിസ്കഷനും ക്വിസ് പ്രോഗ്രാമുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് പേരുടെ ഫേവറേറ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങളും 5-5 മിനിറ്റായിട്ട് കേൾക്കുന്നു. ഇതിലിപ്പോൾ ഞാൻ കാത്തിരിക്കേണ്ടത് ആർക്കെങ്കിലും ഒരു ശ്ലോകം തന്നെ 2-3 പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഏതായാലും ഇന്ന് 5 പേര് അവരുടെ ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ പറയുന്നു. രമാക്ക, സുധ കെ അക്ക, ഗംഗ ആർ അക്ക, പ്രീജിത അക്ക, ജ്യോതി അക്ക. നമുക്കെന്നാ ഫേവറേറ്റ് ശ്ലോകം ഏതാന്ന് കേൾക്കാം. ആദ്യം രമാക്ക. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭഗവത്ഗീത 10ാം അധ്യായത്തിലെ നമ്മൾ വീണ്ടും ഒന്ന് വിശകലനം ചെയ്യാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ശ്ലോകം എന്ന് പറയുമ്പോൾ ഇത് 10ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ ഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വചഃ യത്തേഹം പ്രീയമാണായ ഭക്ഷ്യാമി ഹിതകാമ്യയാ. അപ്പൊ ഭഗവാൻ പറയാണ്, എവിടെയാണിത്? യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ കുറെ നേരമായിട്ട് ഭഗവാൻ ഇങ്ങനെ അർജുനനെ ഉപദേശിക്കുകയാണ്, പല കാര്യങ്ങളും പറഞ്ഞു. ആദ്യമൊക്കെ അർജുനന് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഭഗവാന്റെ വാക്കുകൾ കേട്ട് അതിലെ ആ തത്വങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോ അർജുനന് എന്തെന്നില്ലാത്ത ഒരു ആവേശം വളരെ ആസ്വാദകരമായിട്ട് തോന്നുകയാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാണ്, ഹേ മഹാബാഹു, അല്ലയോ അർജുന, എന്താണ്? ശൃണുമേ പരമം വചഃ, എന്റെ പരമമായിട്ടുള്ള ഈ വാക്കുകളെ കേട്ടാലും. ഏത് വാക്കാണ്? പ്രിയമാണായ. പ്രിയമാണായ എന്ന് പറയുമ്പോ എന്താണ്? കേൾക്കുന്നതിൽ തൽപരനായിരിക്കുന്ന നീ. അപ്പൊ ആദ്യമൊന്നും അങ്ങനെ ഇഷ്ടമില്ലായിരുന്നെങ്കിലും ഇപ്പൊ അതാ വളരെ താല്പര്യത്തോടുകൂടെ ഭഗവാന്റെ വാക്കുകളെ ശ്രവിക്കുകയാണ്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ പറയുന്നതെല്ലാം ആസ്വദിക്കുന്നു എന്ന് ഭഗവാന് മനസ്സിലായി. അപ്പൊ നമ്മളൊരു കാര്യമുണ്ട്, അങ്ങനെയുള്ളവരോട് നമ്മള് നല്ല കാര്യങ്ങള്, സദ്വചനങ്ങളൊക്കെ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. അല്ലാണ്ട് ആവശ്യമില്ലാത്തവർക്കോ അത് ശ്രവിക്കാൻ താല്പര്യമില്ലാത്തവർക്കോ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇനി പിന്നീട് നമ്മൾ പറയുന്നു, മറ്റൊരാളെ തിരുത്താനോ അല്ലെങ്കിൽ വാദിക്കാനോ ഒന്നും നമ്മൾ ഈ വേദാന്തത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. അപ്പൊ ഇതൊരു തർക്കത്തിനല്ല, നല്ല സത്കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് ഓരോരുത്തരെയും ഉദ്ധരിക്കാനായിക്കൊണ്ടാണ് നമ്മളെ ഈ വേദാന്തമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ പറയാണ്, വളരെ പ്രസന്നനായിട്ട്, എങ്ങനെയാണ്? സന്തോഷത്തോടുകൂടെ അല്ലെങ്കിൽ അറിയാനുള്ള ഒരു ആർത്തിയോടുകൂടി ആയിത്തീർന്നിരിക്കുകയാണ് അർജുനൻ. അപ്പൊ ഭഗവാന് ആ ഗൂഢമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കാൻ വളരെ താല്പര്യം തോന്നുകയാണ്. അങ്ങനെ നിനക്ക് ഹിതകാമ്യയ എന്നാണ് പറയുന്നത്. നിന്റെ ശ്രേഷ്ഠത ആഗ്രഹിച്ചുകൊണ്ട്, ആ ഹിതത്തെ ഞാൻ ആഗ്രഹിക്കുകയാണ്, നിന്റെ ശ്രേഷ്ഠത്വം ആഗ്രഹിക്കുന്ന ഞാൻ പറയാൻ പോകുന്ന വാക്കുകളെ നീ ശൃണു, കേട്ടാലും. നീ കേൾക്കൂന്ന് പറയാണ്. അപ്പൊ വീണ്ടും വീണ്ടും ശ്രദ്ധയോടെ കേൾക്കുന്ന ആ അർജുനനെ കണ്ട് ഭഗവാന് മനസ്സിലായി, കാര്യങ്ങൾ അർജുനന് എന്റെ മനസ്സിൽ എത്തിച്ചേരുന്നു, വളരെ ശ്രദ്ധയോടുകൂടെ അതൊക്കെ കേൾക്കുന്നു എന്ന് മനസ്സിലായി. സമയാവുമ്പോ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഏതാണ്? വിഭൂതി യോഗം. അങ്ങനെ ഭഗവാൻ പറയാണ്,
ഈ ഭഗവാനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? ഒരു ഭക്തന് ഉയർന്ന ചിന്തയുണ്ടായാൽ മാത്രമേ ആ ഭഗവാനിലേക്ക് ചിന്തിച്ചുകൊണ്ട് ലയിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാനെ അങ്ങനെയാണ്, ഭഗവാന്റെ വിഭൂതികളാണ് ഈ 42 ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 42 ശ്ലോകം. അപ്പൊ ഭഗവാന്റെ ആ സൃഷ്ടി, ഭഗവാന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവനും അല്ലെ. അപ്പൊ ഭഗവാന്റെ ആ പരമ ജ്യോതിസിൽ നിന്നും വന്നിരിക്കുന്ന ഓരോ നല്ലതും ചീത്തയായതും ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിനെയെല്ലാം ഭഗവാനായിക്കൊണ്ട് നമ്മൾ കാണുക എന്ന് പറയാണ്. അതിന് ശ്രേഷ്ഠമായ ഏതെങ്കിലും കാര്യത്തെ നമുക്ക് കാണാൻ സാധിച്ചാൽ അത് നമ്മൾ ഭഗവാനായി കണ്ടുകൊണ്ട് അതിനെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അതിനെ മാനിക്കുകയോ ചെയ്യാം. ഉദാഹരണമായിട്ട് സൂര്യ ഭഗവാൻ രാവിലെ വരുന്നു, വൈകിട്ട് കാണുന്നില്ല. അപ്പൊ ആ ഭഗവാന്റെ പ്രവർത്തനം നമുക്ക് ഒന്നും അറിയുന്നില്ല. പക്ഷെ നമുക്കറിയാം അത് ഭഗവാന്റെ സൃഷ്ടിയാണ്. സൂര്യചന്ദ്രന്മാര്, കാറ്റ്, ജലം ഒക്കെ ആദ്യകാലത്ത് നമ്മളെല്ലാം അതിനെ ആരാധിച്ചിരുന്നു. കാരണം നമുക്ക് അറിയുന്നില്ല അതിന്റെ പ്രവർത്തനം എന്താണ് എന്ന്. അപ്പൊ അറിയാത്തതിനെ നമ്മളെ ദൈവമായിട്ട്, ആ ഈശ്വര പ്രസാദമായിട്ട് നമ്മൾ കാണുകയാണ്. ഈശ്വരന്റെ ഒരു പ്രകാശം അതിൽ കാണുകയാണ്. അപ്പൊ അങ്ങനെ അതിലെ ഇവിടെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുക. അതാണ് പറയുന്നത്. നമ്മള് സൂര്യ ഭഗവാനെ നമസ്കരിക്കാറുണ്ട്. നമ്മൾ സൂര്യ ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ ആരാധിക്കുന്നു. അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ട്, അങ്ങനെ ഓരോ വരുണനെ ആയാലും ജലത്തെ ആയാലും നമ്മളൊക്കെ ആരാധിക്കുന്നു. അപ്പൊ ഏതൊരു പ്രത്യക്ഷ സൂക്ഷ്മ വസ്തുവായാലും സ്ഥൂല വസ്തുവായാലും നമുക്ക് കാണാൻ കഴിയുന്നതിനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുക. ഒരു മനുഷ്യനായാലും അതിൽ സദ്ഗുണങ്ങൾ നിറഞ്ഞ ഒരു മനുഷ്യനെ നമുക്ക് ഈശ്വരനായിട്ട് കാണാം. അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു, ഈശ്വരനിലെ ലയിക്കാൻ സാധിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ആ വിഭൂതികളാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്നിപ്പോ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എല്ലാം തന്നെ അതാണ്. ഇപ്പൊ മാസമായിട്ട്, ഇപ്പൊ ജീവനില്ലാത്തത് കൊണ്ട് ജീവനുള്ളതും ഉണ്ട്. ഇപ്പൊ മാസങ്ങളിൽ ഞാൻ മാർഗശീർഷ മാസമാണെന്ന് പറയുന്നു, വേദങ്ങളിൽ സാമവേദങ്ങളാണെന്ന് പറയുന്നു, സാമവേദമാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഭഗവാൻ സൃഷ്ടിച്ച കാര്യങ്ങൾ, ഭഗവാന്റെ ജ്യോതിസ് അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഭഗവാനായി തന്നെ വിളങ്ങുന്നു. അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഏതിനെയും ആരാധിക്കാം, പക്ഷെ വിശ്വാസത്തോടുകൂടെ ആരാധിക്കണം. അതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ അനേകം വിഭൂതികളാണ് നമ്മളെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മള് ഭഗവാന്റെ മഹത്വം കൂടിക്കൂടി വരികയാണ്. ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശങ്ങളാണ് എന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ അന്യോന്യം ആദരിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും നമ്മള് ദിവസങ്ങൾ നീക്കുക. അതാണ് ശ്രേഷ്ഠമായത്. അപ്പോഴാണ് ഭഗവാന്റെ ഈശ്വര അനുഗ്രഹം, ആ വിഭൂതി എന്ന് പറയുമ്പോൾ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വര അനുഗ്രഹം അല്ലെങ്കിൽ പ്രകാശം, ഈശ്വരന്റെ പ്രകാശം നമുക്ക് എല്ലാവരിലും കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹരിയോ. അടുത്തത് സുധാക്ക, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഗംഗാക്ക, ശ്രീജിത്താക്ക, ജ്യോതിയക്ക, അങ്ങനെ തുടരാം. ഹരിയോ. ഹരിയോ. രമേക്ക പറഞ്ഞിരുന്നതുപോലെ എല്ലാം വിഭൂതി യോഗത്തിലെ എല്ലാം ഓരോ വിഭൂതി തന്നെയാണ്. എങ്കിലും 10ാമത്തെ ശ്ലോകമാണ് ഞാൻ ചൊല്ലുന്നത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകുന്നു. ഈ ശ്ലോകത്തിൽ ദദതാം ബുദ്ധിയോഗം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ബുദ്ധിയോഗം? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ആ അറിവ്, അത് 4ാം അധ്യായത്തില് അതീന്ദ്രിയ ജ്ഞാനം, അത് തന്നെയാണ് ഈ ബുദ്ധിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ അറിവ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ സതതം എപ്പോഴും
ഭജതാം പൂർവകം വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഭഗവാനെ ഭജിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഭഗവാനെ കുറിച്ചുള്ള അറിവ് കിട്ടും എന്ന് മാത്രമല്ല, അതുവഴി നമുക്ക് ഭഗവാനെ പ്രാപിക്കാനും സാധിക്കും. നമ്മൾ 8ാമത്തെ അധ്യായത്തിലെ കണ്ട തുടക്കത്തിൽ തന്നെ അർജുനൻ പറയുന്നുണ്ട്, കിം തത് ബ്രഹ്മ കിമദാജ്ഞം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്തമാതി ദൈവം കിമുച്യതേ. എന്താണ് ബ്രഹ്മാവ്, എന്താണ് ആത്മാവ്, ഭൗതിക പ്രപഞ്ചം, ഈ ദേവതന്മാരെന്നൊക്കെ പറയുന്നത് എന്താണ് എന്നെല്ലാം അർജുനൻ ചോദിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഭഗവാൻ വാസ്തവത്തിലുള്ള ആ ഉപദേശം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ 8ാം അധ്യായത്തില് ഈ ജീവിതകാലം മുഴുവനും വിശേഷിച്ച് മരണവേളയിൽ പോലും എന്നെ ഓർക്കുന്നത് വഴി ഭൗതിക ലോകത്തിന് അപ്പുറമുള്ള അദ്ദേഹത്തിന്റെ ആ പരമധാമത്തിൽ എത്തിച്ചേരും എന്നും പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് 9 വീണ്ടും രാജവിദ്യാധികാര മുഖ്യ യോഗം എന്നുള്ള മുഖ്യമായ അത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ആ പരമദിവ്യോത്തമനായിട്ടും ഏറ്റവും പരമമായിട്ടുള്ള ആരാധ്യപാത്രവും എന്നുള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഒരു ഭൗതിക വ്യക്തിയാത്മാവ് ഒരു ആധ്യാത്മിക ഭക്തിയുടെ സേവനം വഴി ഭഗവാനുമായി ശാശ്വതമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഇതിനെ ആസ്വദിക്കണമെന്നുള്ള ആ വിചാരം ചെറിയ തോതിലെങ്കിലും വന്നാല് നമുക്ക് ഈ ഭൗതിക ലോകത്തെ ജന്മം പിടിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഭഗവാനിൽ നിന്നും വേർപെട്ട് വന്ന ഭക്തന്മാർ പരിശുദ്ധിയായിട്ടുള്ള ആ ഭക്തി വീണ്ടും വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നുള്ള ആ ഭഗവത്ഗീത പറയുന്നുണ്ട്. അത് ചതുശ്ലോകി ഭാഗവതത്തിലെ ചതുശ്ലോകി ഭഗവത്ഗീതയിൽ 4 അധ്യായം ഉള്ളതില് 3ാമത്തെ ശ്ലോകമാണ് ഇത്, ഈ തേഷാം സതയുക്താനാം എന്നുള്ളത്. അത് ബുദ്ധിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ് തന്നെയാണ്. അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടിയ ശേഷം വളരെ ഭക്തിയോട് കൂടിയിട്ടുള്ള ആ ഭഗവത് സന്നിധിയിലെ സേവനത്തിൽ ഏർപ്പെട്ട് അതാണ് ബുദ്ധിയോഗം. അപ്പോൾ അങ്ങനെ ആ ബുദ്ധിയോഗം നമ്മൾ പരിശീലിക്കുമ്പോൾ നമുക്ക് ഭൗതികമായ മാലിന്യങ്ങളിൽ നിന്നും ഈ ലോകത്തിലെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മുക്തി വളരെ എളുപ്പം മുക്തി നേടാനും മുന്നേറുവാനും സാധിക്കും. മാത്രമല്ല അപ്പോൾ വിശ്വാസയോഗ്യ ഇതിന് പലർക്കും ഇതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല. അപ്പോഴെങ്ങനെ ആ വിശ്വാസയോഗ്യനായ ഒരു പരമ്പരാഗതമായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ ഇത് പഠിക്കണം. അപ്പൊ ഭഗവാൻ കൃഷ്ണനാണ് ആ ദിവ്യ പുരുഷോത്തമൻ. ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. എവിടെയും ഭഗവത്ഗീതയില് ഭഗവാൻ ഉവാച എന്നാണ് എല്ലാ സ്ഥലത്തും പറയുന്നത്. കൃഷ്ണ ഉവാച എന്ന് എവിടെയും കാണുന്നില്ല. അപ്പൊ അത് പരാശര മുനി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 6 കാര്യം പൂർണ്ണമായി ഭഗവാനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഭഗവാനെ ശ്രുതിപൂർവകം ഭക്തിയോട് അനുഷ്ഠിക്കുമ്പോൾ പതുക്കെയാണെങ്കിലും കാലക്രമേണ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിട്ടും കർമ്മഫലങ്ങളോടുള്ള ആസക്തി കൈവിടാത്ത ഒരാളാണ് കർമ്മയോഗി. നമ്മളിവിടെ കർമ്മയോഗികളാവാനല്ല ശ്രമിക്കേണ്ടത്, ഭക്തി യോഗികളാകാനാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് നേടൽ, കൃഷ്ണ സേവനം ചെയ്യുക, ആ പരമപുണ്യ ധാമത്തിലേക്ക് തിരിച്ചു പോകുക, അതിനുള്ള സേവനം. അതിന് നമുക്ക് ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി 9 വിധമായിട്ടുള്ള ഭക്തി പ്രവണമുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ആത്മനിവേദന എന്നിങ്ങനെ ഈ 9 തരത്തിലുള്ള നവഭക്തി സേവ ചെയ്തുകൊണ്ട് അതിൽ ഭക്തപ്രഹ്ലാദന്റെ തന്നെ ഉണ്ട്, പിതാവിനോട് പറയുന്നുണ്ട് ഭക്തി ശ്രവണമാണ് ഏറ്റവും നല്ലതെന്ന്. അതിൽ മാത്രമേ ഭഗവാന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കൂ. അത് നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ കീർത്തിക്കാൻ തുടങ്ങുക.
പിന്നെ പൂജിക്കാൻ തുടങ്ങുക, അർച്ചന ചെയ്യുക, സ്നേഹത്തോടുകൂടി ഉദ്ധവനെ പോലെ സഖാവായിട്ട് സ്വീകരിക്കുക, ആത്മനിവേദനം ചെയ്ത് ഭഗവാനെ ആത്മാഹുതിയാക്കി, അങ്ങനെ ഇതിനുള്ള ഒരു പ്രോസസ്സാണ് ഭക്തിയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം. അതിനെ കുറിച്ചിട്ടാണ് അർജുനന് ഈ വിഭൂതിയിൽ കൂടി പറഞ്ഞു കൊടുത്തത്. ഇത്രയാണ് എന്റെ ഈ ബുദ്ധിയോഗം. ഹരി ഓം ഹരേഷ്. ഹരി ഓം അക്ക. ഹരി ഓം. ഈ 10ാം അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവ ച. അഹമാത്മാ ഗുഢാകേശ എന്ന് ഭഗവാൻ ആദ്യം തന്നെ പറയാണ്. അപ്പോ അഹമാത്മാ, ഞാൻ ആത്മാവാണ് എന്ന് പറയുന്നു. അപ്പൊ ഗുഢാകേശ എന്നാണ് ഭഗവാൻ അർജുനനെ വിളിക്കുന്നത്. ഗുഢാകേശ എന്ന് പറഞ്ഞാൽ സുഷുപ്തീനെ അല്ലെങ്കിൽ നിദ്രയെ കീഴ്പ്പെടുത്തിയ ആള്. അപ്പൊ നിദ്ര അല്ലെങ്കിൽ സുഷുപ്തി എന്ന് പറയുന്നതിനെ നമ്മൾ അജ്ഞതയോടും ഉപമിക്കാറുണ്ട്. അപ്പൊ അതായത് അർജുനന് വേണ്ട സമയത്ത് വേണ്ട അറിവുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അജ്ഞതയെ കുറിച്ച് പറയുമ്പം അങ്ങനെ പറയാം. അതായത് എപ്പോഴൊക്കെ അർജുനന് വേണ്ട ജ്ഞാനം, ആ സ്ഥലത്ത് വേണ്ട ജ്ഞാനം ഭഗവാൻ അർജുനനെ നൽകി അനുഗ്രഹിച്ചിരുന്നു. അതേസമയം അർജുനന് നിദ്രയെ തടഞ്ഞു നിർത്താൻ, എപ്പോ ഉറങ്ങണം എന്ന് വിചാരിച്ചോ അപ്പോഴേ അർജുനന് ഉറങ്ങാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സിദ്ധിയും അർജുനന് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഗുഢാകേശ, നിദ്രയെ കീഴ്പ്പെടുത്തിയവൻ. നിദ്രയെ മാത്രമല്ല കീഴ്പ്പെടുത്തിയത് അർജുനൻ, അജ്ഞതയെയും കീഴ്പ്പെടുത്തിയതാണ്. എങ്ങനെയാണ് അർജുനന് അജ്ഞതയെ കീഴ്പ്പെടുത്താൻ പറ്റിയത്? അർജുനൻ ഭഗവാന്റെ സംഘമുള്ള ആളായിരുന്നു. സത്സംഗം കൊണ്ട് അർജുനന് അജ്ഞതയെയും കീഴ്പ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ അർജുനൻ ധർമ്മപാതയിൽ ചരിക്കുന്ന ആളാണ്. അവനവന്റെ മേതെയുള്ള ആൾക്കാരും ബാക്കിയുള്ളവരൊക്കെ പറയുന്നതൊക്കെ അനുസരിച്ച് ധർമ്മപാതയിൽ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അജ്ഞതയെ കീഴ്പ്പെടുത്താൻ അർജുനന് കഴിഞ്ഞു. അപ്പൊ അഹമാത്മാ ഗുഡാകേശ എന്ന് അർജുനനെ വിളിക്കുകയാണ്. ഗുഡാകേശ എന്ന് പറഞ്ഞാൽ അജ്ഞതയെ കീഴ്പ്പെടുത്തിയവൻ അല്ലെങ്കിൽ നിദ്രയെ ജയിച്ചവൻ. നിദ്രയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കം എപ്പ വേണോ അപ്പോഴേ ഉറക്കം വരുള്ളൂ. എന്നിട്ട് ഭഗവാൻ എന്താ പറയണത്? ഐ എം ദ സെൽഫ് എക്സിസ്റ്റൻസ് ഇൻ ദ ഹാർട്ട് ഓഫ് ഓൾ ബീയിങ്. ഭഗവാൻ 19ാമത്തെ ശ്ലോകത്തിൽ തന്നെ, 19ാമത്തെ ശ്ലോകം തൊട്ടാണല്ലോ അത് പറയണത്. ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറയണത്. അവിടെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, അർജുന, നിനക്ക് ഈ എന്റെ വിശിഷ്ടങ്ങളായ വിഭൂതികള് എത്രയും പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറഞ്ഞു തരാം. എന്താ കാരണം വെച്ചാൽ വിസ്തരിക്കാൻ തുടങ്ങുകയാണെന്ന് വെച്ചാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല. പ്രപഞ്ചത്തിലെ മുഴുവൻ വിഭൂതികളെ കുറിച്ചും അറിയണം എന്നാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാനല്ലാതെ ഇവിടെ വേറൊന്നുമില്ല. ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് എന്തൊക്കെയാണോ അതൊക്കെ വിസ്തരിക്കാൻ പോയാൽ തീരില്ല. അപ്പൊ തന്റെ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തുടങ്ങുകയാണ് ഈ അഹമാത്മാ ഗുഡാകേശ എന്നുള്ള ശ്ലോകത്തില്. താനല്ലാതെ ഇവിടെ വേറൊന്നുമില്ല. ആദ്യം തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ഭഗവാൻ ആദ്യം ചെയ്ത. അഹമാത്മാ, അല്ലയോ അർജുന, ഈ പ്രപഞ്ച ഘടകങ്ങളുടെ എല്ലാം ഉള്ളിൽ ജീവബോധമായിട്ട് അല്ലെങ്കിൽ ജീവൻ തന്നെയായിട്ട് ഞാൻ പ്രകാശിക്കുന്നു. സർവഭൂതാശയ സ്ഥിത, അതാണ് അങ്ങനെ അവനെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ജീവജാലങ്ങളെ മുഴുവൻ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ആത്മാവായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അഹം, ഞാനാകുന്നു. അങ്ങനെ ചെയ്യുന്നത് ഞാനാണ് അർജുന. പിന്നെ പറഞ്ഞു ഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും പ്രപഞ്ച ഘടകങ്ങളുടെയും അതിഹി, ആരംഭം, മധ്യം മധ്യം, അന്തവാച, അവസാനം, അഹമേവ, ഞാൻ തന്നെയാണ് അർജുന. ഈ പ്രപഞ്ച ഘടകങ്ങളുടെ എല്ലാം ഉള്ളിൽ നമുക്കൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ എന്ന് പറയുന്നത് ആ ഒരു പറയുന്ന ആത്മാവ് ആരാണ്? ഭഗവാനാണ്. അത് ഞാനാണ് എന്ന് അർജുനന് ഉറപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളും എന്നിൽ നിന്നുണ്ടായി. അപ്പൊ എല്ലാത്തിന്റെയും തുടക്കം ഭഗവാനിൽ നിന്നാണ്. അവയൊക്കെ നിലനിൽക്കുന്നത് എന്നിലാണ്. എക്സിസ്റ്റൻസും ഭഗവാനിലാണ്. അപ്പം ഭഗവാൻ മധ്യത്തിലും ഉണ്ട്,
ആ ജീവജാലങ്ങളൊക്കെ ലയിച്ച് ചെയ്യുന്നത് ഭഗവാനിലാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ അന്ത്യത്തില് ഭഗവാനുണ്ട്. അപ്പൊ ആദ്യത്തിലും ഉണ്ട്, മധ്യത്തിലും ഉണ്ട്, അന്ത്യത്തിലും ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഇങ്ങനെ ആവർത്തിച്ച, അത് തന്നെയാണ് അർജുനൻ മുന്നേ പറഞ്ഞില്ലേ, ആവർത്തനം കൊണ്ട് മാത്രം ഉള്ളിൽ ഉറക്കേണ്ട ഒന്നാണ് ആത്മജ്ഞാനം. ആത്മജ്ഞാനം നമ്മളിപ്പോ ഒരു കഥ കേട്ടിട്ട് അത് വിട്ടു, ഒരു തവണ കേട്ട് മറന്നു, അങ്ങനെ മറക്കാനുള്ളതല്ല ആത്മജ്ഞാനം. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കേട്ട് 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 നിറയെ പ്രാവശ്യം ഇപ്പൊ നമ്മൾ ചെയ്യണത് അതാണ്. നമ്മള് ഭഗവത്ഗീത എങ്ങനെ പഠിക്കുകയാണ്. ഓരോ അധ്യായവും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അതിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അതിൽ ക്വിസ് നടത്തുന്നു. അപ്പൊ നമ്മളിങ്ങനെ ആവർത്തിച്ച് അവസാനം എന്താ ഉണ്ടാവുക? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും ആത്മജ്ഞാനം ഭഗവാൻ തരട്ടെ, പ്രാർത്ഥിക്കാം അല്ലെ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഉള്ളിൽ അങ്ങനെ നിറയും, അങ്ങനെ പതിഞ്ഞു കിടക്കും. കുറേ കേൾക്കുമ്പോ ഭഗവാനാണ് ഇതെല്ലാം ചെയ്യണ, ഭഗവാനാണ് കേട്ടോ, ഓരോന്നിന്റെയും കാര്യവും കാരണവും അവസ്ഥയൊക്കെ ഭഗവാനാണ്, ഇതൊക്കെ ഭഗവാനാണ്. അപ്പൊ നമ്മളുടെ മനസ്സിൽ അതിങ്ങനെ ഉറയ്ക്കുമ്പോ നമുക്ക് വേറൊരു ചിന്ത വരില്ല, ഭഗവാനെ മാത്രം ചിന്തിക്കാൻ തോന്നും. അപ്പം ഭഗവാൻ ആത്മാനുഭവത്തിന്, ശ്രവണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് ആത്മാനുഭവം വേണമെന്നുണ്ടെങ്കിൽ ശ്രവിച്ചേ മതിയാവുള്ളൂ. ഭഗവത് നാമങ്ങൾ, ഭഗവത് കഥകൾ, സത്സംഗങ്ങൾ, നാരായണീയ പാരായണം, ഭാഗവതം, മഹാഭാരതം എല്ലാം മനനം ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് മുന്നോട്ട് ഒരു സദ്ഗതി അല്ലെങ്കിൽ ആത്മജ്ഞാനം നമുക്ക് കിട്ടുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഉള്ളിൽ എന്താണ് കയറുന്നത് എന്ന് നമുക്കറിയില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തില് അത് പ്രകാശിക്കും. നമ്മളിങ്ങനെ കുറേ കേൾക്കും, എത്രത്തോളം നമ്മൾ കേട്ടു, എത്രത്തോളം നമ്മൾ എടുത്തു, എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി എന്ന് നമുക്കറിയില്ല. പക്ഷെ ഏതോ ഒരു സമയം ഇതിന്റെ ഒരു ബഹിർസ്ഫുരണം ഉണ്ടാവും. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് അല്ലേ, ഭഗവാൻ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത തന്നിട്ടുണ്ട് അല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമ്മളുടെ ജോലി എന്താണ്? അതുകൊണ്ട് സാധാരണ ആളിനെ സംബന്ധിച്ച്, അതായത് നമ്മളെ പോലെയുള്ള ഒരു ലൗകികനെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം കേട്ടുകൊണ്ടേയിരിക്കുക. ഇനി അങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. എല്ലാവരും, എത്ര പേരുണ്ട് ലോകത്തില്, എത്ര പേരുണ്ട് നമ്മളുടെ കോഴിക്കോട് തന്നെ, എത്ര പേരുണ്ട് നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന സ്ഥലത്ത്, എത്ര പേർക്ക് ഈ ഒരു സത്സംഗത്തിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞു? അപ്പൊ എന്താ നമ്മൾ ചെയ്ത ഒരു പുണ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ തെരഞ്ഞെടുത്തതല്ലേ ഭഗവാൻ ഈ സത്സംഗത്തിന് വേണ്ടിയിട്ട്. അപ്പോ താല്പര്യമുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതാണ് അർജുനൻ പറഞ്ഞത്. കേട്ടുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു ഭഗവാനെ, കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നവർക്ക് മാത്രമേ, അതായത് ആവർത്തനം വന്നാൽ പോലും യാതൊരു വിരസതയും ഇല്ലാതെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നവർക്ക് മാത്രമേ ആത്മജ്ഞാനം പതുക്കെ അവരുടെ മനസ്സിൽ ഉറച്ചു കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എത്ര പ്രാവശ്യം ഭഗവാന്റെ കഥകൾ കേട്ടാലും യാതൊരു വിരസതയും തോന്നണ്ട. ഇനിയും കേൾക്കുക, ഭഗവത് നാമങ്ങള്, ഭഗവത് കാര്യങ്ങള് ഇനിയും ചെയ്യുക. അപ്പോ അതുകൊണ്ടാണ് ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ പല രീതിയില്, പല ഭാവത്തില്, പല രൂപത്തില് ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും പറയും, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഞാൻ തന്നെയാണ് എന്ന് കാണുമെന്ന്. അതാണ് ആദ്യത്തെ പടി. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭഗവാനാണ് എന്ന് കാണുന്നതാണ് ആദ്യപടി. അങ്ങനെ ആവുമ്പോ എന്താ ഉണ്ടാവുക? നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ സാധിക്കില്ല, നമുക്ക് ഒരാളെയും ഇടിച്ചു താഴ്ത്താൻ സാധിക്കില്ല, ആരെയും ചെറുതായി കാണാൻ സാധിക്കില്ല, എല്ലാരോടും ഒരേ നിലയിൽ പെരുമാറാൻ സാധിക്കും. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഇപ്പൊ എത്രണ്ണം കയറി ആലോചിച്ച് നോക്കൂ. ഭഗവാൻ നമ്മളെ എത്ര വേഗമാണ് ഓരോരോ പടികൾ ഉയർത്തി കൊണ്ടുപോണത് അല്ലെ. അപ്പം ഇതന്നെയാണ് ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഒരു സന്യാസിക്ക്, ഒരു സ്ഥിതപ്രജ്ഞന്, ഒരു ഭക്തന് വേണ്ടുന്ന ആദ്യത്തെ യോഗ്യത അതാണ്. എല്ലാരിലും ഭഗവാൻ ഉണ്ട് എന്ന് കണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും സന്തോഷത്തോടെ ഇരിക്കാനും, ആരെയും ഒന്നും പറയാതെ എല്ലാവരിലും ഭഗവാനെ കണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പടി. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി നമ്മളിൽ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രവേശന പരീക്ഷ പാസ്സായിട്ടോ, 1ാം ഘട്ടം പാസ്സായി.
അതുകൊണ്ടാണ് ആദ്യം തന്നെ ഭഗവാൻ ഈ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ലോകത്തുള്ള എല്ലാത്തിലും എന്നെ കാണാൻ ശ്രമിക്കുക. ഞാൻ തന്നെയാണ് അതെല്ലാം. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത് ഈ ഞാൻ തന്നെയാണ്. അത് ആദ്യം ഭാവന ചെയ്ത് നമ്മൾ ഉറപ്പിക്കണം. അപ്പൊ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസവും ആനന്ദവും ഒക്കെ കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ബാഹ്യാത്മാവ്, ഈ ശരീരത്തിനോട് അധികം മമത വെക്കാതെ അന്തരാത്മാവിനെ ഉൾക്കൊണ്ട്, അന്തരാത്മാവ് ആരാണ്? സോള്. ആ സോളിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരമാത്മാ, ഹയസ്റ്റ് സെൽഫ്, പരമാത്മാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ, ബ്രഹ്മനിലേക്ക് എത്താൻ വേണ്ട പടി ചവിട്ടിക്കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവ് ഞാനാണ്. എല്ലാത്തിന്റെ ആദിയും അന്ത്യവും മധ്യവും എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി ലളിതമായി ജീവിക്കുക. എല്ലാവരിലും ഈശ്വരനെ കണ്ട്. എനിക്കൊരു കഥ പറയാനുണ്ടായിരുന്നു, സമയക്കുറവ് കൊണ്ട് പിന്നീടാവാം. ഹരിയോ. ഗംഗക്ക പറഞ്ഞ അതേ ശ്ലോകം തന്നെയാണ് ഞാനും പറയുന്നത്. 20ാമത്തെ ശ്ലോകം നമുക്ക് വേറൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. സർവഭൂതാശയസ്ഥിത, എല്ലാ സർവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ ഭഗവാൻ തന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കുകയാണ്, തന്നെ പരിചയപ്പെടുത്തുന്ന രീതിയാണ് ഈ രീതിയിലാണ് ഭഗവാനെ നമുക്ക് അർജുനനും നമുക്കും പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ എന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഞാൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ ഇന്നാളുടെ ഭാര്യയാണ്, എൻ്റെ പേര് ഇതാണ്, അല്ലെങ്കിൽ ഇന്നവരുടെ അമ്മയാണ്, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഭഗവാന്റെ ഐഡന്റിറ്റി പറയുന്നത് ഞാൻ വസുദേവന്റെയോ ദേവകിയുടെയോ മകനല്ല, ദ്വാരകാപതിയല്ല, മറിച്ച് ഞാൻ സർവ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന, ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ശക്തിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു പക്ഷേ ഭഗവാൻ അന്ന് മനസ്സിലാക്കിയിരുന്നു, കാലക്രമേണ ജനങ്ങൾ തന്നെ ഒരു സാധാരണ മനുഷ്യരായി കാണുമെന്നും പൂജാമുറിയിലും ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലും മാത്രം തന്നെ ഒതുക്കി നിർത്തുമെന്നും അന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ല എന്നെ മനസ്സിലാക്കേണ്ടത്, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ആത്മാവാണ് എന്നുള്ള സത്യം. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. പിന്നെ പറയുകയാണ്, എല്ലാവരുടെയും ആരംഭത്തിൽ ഞാനുണ്ട്, മധ്യത്തിൽ ഞാനുണ്ട്, അവസാനത്തിൽ ഞാനുമുണ്ട്. അപ്പൊ എന്നിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നതും നിലനിൽക്കുന്നതും അവസാനിക്കുന്നതും. ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു അമ്മയുണ്ടായിരുന്നു ഭാരതത്തിൽ, കുന്തിദേവി. കുന്തിദേവി അറിയാം നമുക്ക്, ശ്രീകൃഷ്ണന്റെ അച്ഛന്റെ പെങ്ങളാണ്. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുന്തിദേവിയെ കാണാൻ പോവുകയാണ്. കുന്തിദേവി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീയാണ്. സ്വന്തം കൈപ്പിഴ കൊണ്ടും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടും ഒരുപാട് വേദനകൾ സഹിച്ച കുന്തിദേവിയാണ്. പക്ഷേ ഭാഗവതത്തിലൂടെ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന കുന്തിദേവി ക്ഷീണിതയായ ദുഃഖിതയായ ഒരു കുന്തിദേവിയല്ല, മറിച്ച് പുഞ്ചിരിക്കുന്ന മുഖമുള്ള സുന്ദരിയായ ഒരു അമ്മയാണ്. എന്തുകൊണ്ടാണ് കുന്തിദേവിക്ക് അങ്ങനെ ഇരിക്കാൻ സാധിച്ചത്? ഇത്ര ദുഃഖങ്ങൾ ഉണ്ടായിട്ടും കൃഷ്ണനെ തന്റെ അന്തരാത്മാവായി ഹൃദയത്തിൽ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ കൃഷ്ണൻ കാണാൻ പോകുമ്പോൾ കൃഷ്ണനെ ഭയഭക്തിയോട് കൂടിയിട്ട് ആ അമ്മ നമസ്കരിക്കുകയാണ്. ഭാഗവതത്തിലെ മനോഹരമായ ശ്ലോകമാണ് കുന്തിസ്തുതി. നമസ്തേ ആദ്യം പുരുഷം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം മന്ദർസ്ഥിതഃ. നമസ്കരിക്കുകയാണ്. എങ്ങനെയുള്ള കൃഷ്ണനെയാണ് കുന്തി നമസ്കരിക്കുന്നത്? തന്റെ കൺമുമ്പിലിരിക്കുന്ന കൃഷ്ണനെയല്ല. ആദ്യം പുരുഷം, ആദ്യ പുരുഷനായ ഈശ്വരനായ പ്രകൃതിക്കും പരനായ, അലക്ഷ്യം, തന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത. എന്തുകൊണ്ടാണ് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത്? സർവഭൂതങ്ങളിലും നിലനിൽക്കുന്നത് കൊണ്ടാണ്. സർവഭൂതാശയസ്ഥിത, എല്ലാ ചരാചരങ്ങളുടെയും ഹൃദയത്തിലാണ്
കൃഷ്ണൻ വസിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള കൃഷ്ണനെയാണ് കുന്തി സ്തുതിക്കുന്നത്. എന്നെ ഞാനാക്കി നിർത്തുന്ന അത് അങ്ങാണ് എന്നാണ് കുന്തി പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടി അല്ലെ, ഹൃദയത്തിലുള്ള കൃഷ്ണനെ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ആ ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചപ്പോൾ, മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിവ് എല്ലാ മനുഷ്യർക്കും കൊടുത്തു. അതായത് ഫസ്റ്റ് ലോട്ട് എപ്പോഴും നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കും, കലർപ്പില്ലാത്തതാണ്, മായം ചേർക്കാത്തതാണ്. പിന്നീട് അതിലേക്ക് മായം ചേർത്തുകൊണ്ടേയിരിക്കും. നമുക്ക് സദ്യക്ക് പോയാൽ അറിയാം, ഫസ്റ്റ് പന്തിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഭക്ഷണമായിരിക്കും അല്ലെ. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ സാമ്പാറിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ടാവും, പായസത്തിൽ മൈദ കലക്കിയിട്ടുണ്ടാവും, പാചകത്തിൽ സീക്രട്ടാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് മായം കലർന്നതായിരിക്കും അങ്ങോട്ടേക്ക് പോകുമ്പോൾ. അപ്പോൾ ബ്രഹ്മാവ് ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മായമൊന്നുമില്ലാതെ കലർപ്പില്ലാതെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ആ അന്തരാത്മാവിനെ, മനസ്സിനെ മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവർക്കെന്നും പരമാനന്ദമായിരുന്നു, ദുഃഖമില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ഒരു അത്രയും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ അവർ സുഖിക്കേണ്ട, അവർ കഷ്ടപ്പെടട്ടെ, അധ്വാനിക്കട്ടെ, നാമജപങ്ങളിലൂടെയും ഭക്തിയുടെയും ആരാധനയിലൂടെയും അവർ കണ്ടെത്തട്ടെ ഭഗവാനെ എന്ന് മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് അങ്ങോട്ടായപ്പോൾ ആ കഴിവ് മനുഷ്യനിൽ നിന്ന് മാറ്റിയെടുത്തു. അങ്ങനെ അവൻ അധ്വാനിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി പണിയെടുത്തുകൊണ്ടാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഭക്തിയോട് കാണുമ്പോൾ നമ്മൾക്ക് അന്തരാത്മാവിലുള്ള ഭഗവാനെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനോട് കുന്തിദേവി ചോദിക്കുകയാണ്, എനിക്ക് ഇനിയും വേദനകൾ തരൂ, വേദനകൾ തന്നാൽ മാത്രമേ, ദുഃഖങ്ങൾ തന്നാൽ മാത്രമേ ഞാൻ ഭഗവാനോട് അടുക്കുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് പാഞ്ചാലിയും അല്ലെ. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ദുശാസനൻ പിടിച്ചുകൊണ്ടുവരുന്നുണ്ട് പാഞ്ചാലിയെ. ആ അവസരത്തില് പാഞ്ചാലി ആദ്യം വിചാരിച്ചു, കൃഷ്ണനെ വിളിക്കുന്നില്ല ആദ്യമൊന്നും, തനിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, അവർ ഇത് മാനേജ് ചെയ്തോളും എന്ന് വിചാരിച്ചു. പക്ഷെ ഒരുവിധം അർദ്ധനഗ്നയായപ്പോഴാണ് കൃഷ്ണനെ വിളിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് വിളിക്കുമ്പോഴാണ് കൃഷ്ണൻ വസ്ത്രരൂപത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് പൂന്താനം അല്ലെ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, നമ്മളോടുള്ള, ജനങ്ങളോടുള്ള വലിയൊരു ചോദ്യമാണ് അത്. തന്റെ സ്വന്തം എല്ലാമായിരുന്ന സ്വന്തം ഉണ്ണി നഷ്ടപ്പെട്ടപ്പോഴും അനുഭവമാകുന്ന ഒരു ഉണ്ണി, ആത്മീയ സമ്പത്താകുന്ന ഒരു ഉണ്ണി തന്റെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് പൂന്താനത്തിനും അങ്ങനെ പറയാൻ സാധിച്ചത്. അപ്പോൾ ആത്മാവായും പരമാത്മാവായും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഹരി ഓം. ഇന്നത്തെ വിഭൂതി യോഗത്തില് 25ാമത്തെ ശ്ലോകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ കലികാലത്തില് ആപ്റ്റ് ആയിട്ടുള്ള, നമുക്ക് പാലിക്കാൻ പറ്റുന്ന എല്ലാ തത്വങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ശ്ലോകമാണ് 25ാമത്തെ ശ്ലോകം. നമുക്കത് എന്താണെന്ന് നോക്കാം. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മിയേക മക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയാഹ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മഹർഷീനാം ഭൃഗുരഹം, മഹർഷിയില് നമുക്കറിയാം ബ്രഹ്മാവ് മാനസപുത്രന്മാരെ സൃഷ്ടിച്ചത് ആദ്യമായിട്ട് സപ്തഋഷികളായിരുന്നു. അപ്പോ ആ സപ്തഋഷികൾക്ക് ഒരു ഹെഡായിട്ട്, എല്ലാത്തിനും ഉണ്ടാവില്ലല്ലേ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു ഗ്രൂപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ലീഡർ ഉണ്ടായിരിക്കും. അപ്പൊ ആ ലീഡർക്ക് എന്താണ്, ആ ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഡൗട്ട്സ് വന്നാലും അത് ക്ലാരിഫൈ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം, ആ ഗ്രൂപ്പ് ലീഡർക്ക് ഉണ്ടായിരിക്കണം. അതല്ലാണ്ട് പിന്നെ ലീഡർഷിപ്പിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ ആ ഭൃഗുമുനിക്ക് കൊടുത്തിരിക്കുന്നത് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പൊ പറയാണ്, നിങ്ങൾ സപ്തഋഷികളെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സപ്തഋഷികളില് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഭൃഗുമുനി ആരാണ്? ഞാനാണ്. അപ്പൊ അതിന് ചെറിയൊരു കഥയുണ്ട്, സമയത്തിന്റെ കുറവുണ്ട്, വളരെ ചുരുക്കി അങ്ങോട്ട് പറയാം. അപ്പോ അതിൽ പറയാണ്, സപ്തഋഷികൾക്ക് ഒരു സമയത്ത് ഒരു ഡൗട്ട് വന്നുത്രേ, യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ആർക്കാണ് യജ്ഞം ചെയ്യേണ്ടത്? കാരണം ബ്രഹ്മാവുണ്ട്, വിഷ്ണു ഉണ്ട്, മഹേശ്വരൻ ഉണ്ട്. ഈ 3 പേരിൽ ഒരാളെയും തെറ്റിക്കാൻ പറ്റില്ല, കാരണം 3 പേർക്കും ഈക്വലി പവർ ആണ്. അപ്പോ ഭൃഗുമുനിയോട് പറയാണ്, ഒന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വരൂ, ഒന്ന് പോയിട്ട് കണ്ടുപിടിച്ചിട്ട് വരൂ ആർക്കാണ് ഏറ്റവും ശക്തി എന്നുള്ളത് എന്ന്. അപ്പോ ഭൃഗുമുനി നേരിട്ടിട്ട് പോവാണ് ബ്രഹ്മാവിന്റെ അടുത്തേക്ക്. ബ്രഹ്മാവ് അച്ഛനാണ്, പക്ഷെ അവിടെ ചെന്ന സമയത്ത് ആരെ റെസ്പെക്ട് ചെയ്തില്ല എന്നാണ് പറയണത്, ഭൃഗുമുനിയെ
റെസ്പെക്ട് ചെയ്തില്ല വേണ്ട വിധത്തില്. അപ്പോ ബ്രഹ്മാവ് വിചാരിച്ചു എന്റെ മകനല്ലേ കയറി വരുന്നത്, അവൻ എന്നെ അല്ലേ ബഹുമാനിക്കേണ്ടത് എന്ന് ആര് വിചാരിച്ചു? ബ്രഹ്മാവ് വിചാരിച്ചു. ഭൃഗുമുനിക്ക് എന്ത് തോന്നി? എന്റെ അച്ഛനാണ്, എന്നെ ബഹുമാനിച്ചില്ല, ഞാൻ സപ്തഋഷികളിൽ വലിയവനാണെന്ന് ആർക്ക് തോന്നി? ഭൃഗുമുനിക്ക് തോന്നി. പക്ഷെ ഭൃഗുമുനിക്ക് മനസ്സിൽ തോന്നി ചൂസ് ചെയ്യാനാണ് പോയിരിക്കുന്നത്, ആരാണ് ഗ്രേറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാനാണ് പോയിരിക്കുന്നത്. അവിടെ ചെന്നപ്പോ മൈൻഡിൽ അച്ഛന്റെ മനസ്സിൽ ഇതാണെന്ന് ആർക്ക് മനസ്സിലായി? ഭൃഗുമുനിക്ക് മനസ്സിലായി. ഞാൻ എന്താണ് അച്ഛനാണ് എന്നുള്ള അഹങ്കാരം ആർക്കുണ്ടെന്ന് മനസ്സിലായി, ഭൃഗുമുനിക്ക് മനസ്സിലായി. അപ്പൊ പറഞ്ഞു, അങ്ങനെ ഒരു അഹങ്കാരം മനസ്സിലുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും യജ്ഞത്തിന് വേണ്ടി തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി ശിവന്റെ അടുത്തേക്ക് പോയപ്പോ ബ്രദേഴ്സ് ആണ്, സിബ്ലിങ്സ് ആണ് രണ്ടുപേരും. അവിടെ ചെന്നപ്പോ ഓടി വന്നു ശിവൻ, ഭഗവാൻ വന്ന് കെട്ടിപ്പിടിക്കാൻ വന്നപ്പോ പറഞ്ഞു, ഈ മേത്ത് മുഴുവൻ ഈ അസ്ഥി കൂടൊക്കെ വെച്ച് ഇങ്ങനെയുള്ള നീ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച, അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ശിവന് ദേഷ്യം വന്നു. ശിവൻ അപ്പോ തൃശൂലം എടുത്തിട്ട് ഭൃഗുമുനിയുടെ പിന്നാലെ ഓടി എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് നോക്കിയപ്പോ അതിലേറെ ദേഷ്യം. ഇങ്ങനെ ദേഷ്യമുള്ള ആൾക്ക് യജ്ഞം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് കഴിഞ്ഞപ്പോ വൈകുണ്ഠത്തിൽ ചെന്നപ്പോ ഭഗവാൻ അനന്തശാഖയായിട്ട് കിടക്കുകയാണ്, ശയിക്കുകയാണ്. ഭൃഗുമുനി വരുന്നത് അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അറിയാതെ ഭാവം നടിച്ച് കിടക്കുകയാണ്. അവിടെ ചെന്നപ്പോ ഭൃഗുമുനിക്ക് ദേഷ്യം വന്നു. മൂപ്പര് എന്താ ചെയ്തു? ആഞ്ഞ് ചവിട്ടി ഭഗവാന്റെ മാറത്തൊക്കെ എന്നാണ് പറയണത്. മാറത്തൊക്കെ ചവിട്ടിയ ഉടനെ ഭഗവാൻ വേഗം ഞെട്ടിത്തെറിച്ച്, അയ്യോ ഭൃഗുമുനിയാണോ വന്നിരിക്കണത്? ഭഗവാൻ എന്ത് ചെയ്തു? ഭൃഗുമുനിയുടെ കാല് പിടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് തലോടി കൊടുത്തു അത്രേ. ബ്രാഹ്മണനായ അങ്ങയുടെ കാല് ഭയങ്കര നൈർമല്യമുള്ളതായിരിക്കും, ഈ കാലിന് എന്തെങ്കിലും സംഭവിച്ചു, ക്ഷമിക്കണേ, ഞാൻ അറിയാണ്ടെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോ യജ്ഞത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാരാണെന്ന് മനസ്സിലായി, നാരായണ സ്വാമിയാണെന്ന് മനസ്സിലായി. അപ്പൊ നാരായണ സ്വാമിയുടെ നെഞ്ചിലുള്ള ആ അടയാളം ഭൃഗുമുനിയുടെ കാൽപാദം, ശ്രീവത്സം എന്ന് പറയും. അപ്പൊ ആ ശ്രീവത്സം എന്താണ്? ഈ ഭൃഗുമുനിയുടെ കാൽപാദമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഒരേ സമയം കൈലാസത്തിലും വൈകുണ്ഠത്തിലും പോലെ ബ്രഹ്മലോകത്തിലും കയറി ചെല്ലാൻ മാത്രം പ്രാപ്തി ആർക്കുണ്ടായിരുന്നു? ഭൃഗുമുനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ഇന്നും ഉണ്ട് അല്ലെ? ചില ആൾക്കാർക്ക് ആ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ആ ആൾക്കാരെ നമ്മളെ ലീഡറുടെ സ്ഥാനത്ത് വെക്കുന്നതിന് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം അവർക്കത് മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ അതുപോലെ രണ്ടാമത്തത് പറയാണ് ഗിരാം അസ്മിയേക അക്ഷരം. അപ്പൊ പറയാണ് വാക്കുകളിൽ, ഗിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് എന്നാണ് അറിയണത്. അപ്പൊ അസ്മി ആരാണ്? ഗിരം, വാക്കുകളിൽ ഞാൻ ഓംകാരമാകുന്നു. അപ്പൊ ഓം എന്നുള്ളതിന്റെ അർത്ഥമൊന്നും ഇവിടെ യോഗ ബന്ധുക്കൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മൾ ദിവസവും രാവിലെ ചാൻറ്റ് ചെയ്യണതാണ്. പിന്നെ വിഷ്ണു സഹസ്രനാമം ആയിക്കോട്ടെ, ലളിതാ സഹസ്രനാമം ആയിക്കോട്ടെ, വേദങ്ങളിലുള്ള ഓരോ ശ്ലോകങ്ങളായിക്കോട്ടെ, ഓം എന്നുള്ളതാണ് തുടങ്ങുക. അപ്പൊ ഓം എന്നുള്ളത് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വാക്കാണെന്നാണ് പറയുന്നത്. അതായത് അകാരം, ഉകാരം, മകാരം. അകാരം പറയുന്നത് ബ്രഹ്മാവാണ്, ഉകാരം വിഷ്ണുവാണ്, മകാരം ശിവനാണ്. അപ്പൊ ഈ മൂന്ന് ശക്തികളും ചേർന്നതാണ് ഓംകാരം എന്ന് പറയുന്നത്. അത് ശരിക്കും പ്രാക്ടിക്കലി നമ്മളൊന്ന് ചെയ്തു നോക്കൂ. ദിവസം രാവിലെ ഒരു 1/2 മണിക്കൂർ വെറുതെ വീട്ടില് നമ്മള് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കൂ. ഓം എന്നുള്ള ചാന്റിങ് മാത്രം ഒന്ന് ഓഡിയോ പ്ലേ ചെയ്ത് നോക്കൂ. ആ വീടിന്റെ ഒരു പ്യൂരിഫിക്കേഷൻ, അവിടെയുള്ള ആ പോസിറ്റീവ് വൈബ്സ് നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാം. അപ്പൊ പിന്നെ നമ്മള് ഓംകാരം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എത്രമാത്രം പ്യൂരിഫൈ ആവും നമ്മളുടെ മനസ്സ് എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ഈ കലികാലത്ത് നമുക്ക് ഏറ്റവും വേണ്ടതാണ് ആ പ്യൂരിഫിക്കേഷൻ എന്നുള്ളത്. ഈ പ്രകൃതി ആയിക്കോട്ടെ, നമ്മുടെ ശരീരമായിക്കോട്ടെ, എല്ലാം ആകെ മലീമസമാണ്. അപ്പൊ ആ മലീമസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഓംകാരം കൊണ്ട് മാത്രമേ സാധിക്കൂ, വേറെ ഒന്നും കൊണ്ടും സാധിക്കില്ല. നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിക്കോളൂ, ഏത് ലീഡർഷിപ്പ് പോസ്റ്റിൽ പൊക്കോളൂ, എവിടെ വേണച്ചാൽ ഉണ്ടായിക്കോളൂ, വലിയ വീട് ഉണ്ടാക്കിക്കോളൂ, ബംഗ്ലാവ് ഉണ്ടായിക്കോളൂ, എന്തിൽ വേണച്ചാൽ ഏത് വലിയ സ്ഥലങ്ങളിൽ പൊക്കോളൂ, അവിടെ നിന്നൊന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഈ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരവും മലീമസമാവും, നമ്മുടെ പ്രകൃതിയും ചുറ്റുപാടും മലീമസമാവും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതിനുശേഷം പറയുന്നുണ്ട് യജ്ഞാനം ജപയജ്ഞോ, അതായത് യജ്ഞങ്ങളിൽ എന്താണ് ഏറ്റവും നല്ലത്? നമ്മൾ യാഗങ്ങളും ഹോമങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കലികാലത്തില് ജപയജ്ഞം അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അമ്പലത്തിലും പോകേണ്ട കാര്യമില്ല, ഒരു വലിയ വഴിപാടുകൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് വേണ്ടത്? ജപയജ്ഞം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ ഒരൊറ്റ, അതായത് മഹാമന്ത്രമാണ് ഹരേ രാമ. അത് ചൊല്ലാനായിട്ട്
നമുക്ക് കുറച്ച് രീതികളുണ്ട്. അപ്പൊ ഇസ്കോണിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നാണ് ചൊല്ലുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് സാധാരണ ഒരു നാമമായി മാറി എന്നാണ് പറയുന്നത്. ഹരേ രാമ ആദ്യം ചൊല്ലുമ്പോൾ അത് മഹാമന്ത്രവും, ഹരേ കൃഷ്ണ ആദ്യം ചൊല്ലുമ്പോൾ അതൊരു നാമവുമായി മാറി. അപ്പൊ ജപങ്ങളിലുള്ള ഏറ്റവും വലിയ ജപം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹരേ രാമ തന്നെയാണ്. അതിന് യാതൊരുവിധ സംശയവും ഇല്ല. എന്ത് ജപിച്ചോളൂ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം നമശിവായ, എല്ലാം ജപങ്ങളിലെ കേമമാണ്. പക്ഷെ ഏറ്റവും കേമം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ളതാണ്. അത് നമ്മള് വിഷ്ണു സഹസ്രനാമത്തിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, സഹസ്രനാമ തത്തുല്യം രാമനാമ രായണ എന്ന് പറയുന്നുണ്ട്. 1000 സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതിന് തുല്യമാണ് ഒരു രാമനാമം ചൊല്ലുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ എത്രമാത്രം പ്രാധാന്യം ആ രാമനാമത്തിനുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിൽ നോക്കൂ. അപ്പൊ അതാണ് ഈ ശ്ലോകം മെയിനായിട്ട് ഞാൻ എടുക്കാനുള്ള പ്രധാന കാരണം. ഇനി ലാസ്റ്റ് ഒരെണ്ണം പറയുന്നുണ്ട്, സാവരാനാം ഹിമാലയ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥിരമായിട്ട് സ്ഥായി ആയിട്ടുള്ള സ്വഭാവത്തില് ആരാണ് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് പറയുന്നത്? ഹിമാലയമാണ് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേരു പർവ്വതമാണ് ഏറ്റവും വലിയ പർവ്വതം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേരു ഇസ് ദ ടോളസ്റ്റ് പർവ്വതമാണ്, ഏറ്റവും ഹൈറ്റ് കൂടിയ പർവ്വതമാണ് മേരു പർവ്വതം. പക്ഷെ മൂവ്മെന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ സ്ഥായിയായ ഭാവം ആർക്കാണുള്ളത്? ഹിമാലയത്തിനാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് അപ്പൊ നമുക്ക് തോന്നും ഈ ഭഗവാൻ എല്ലാത്തിനും ഭഗവാന്റെ ചൈതന്യമാണെന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ വിഭൂതി എന്നുള്ളത് പറയണത് എന്നുള്ളത്? വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 100% ആണ്. അതായത് അതിന്റെ അപ്പുറം നമുക്കൊന്നും കാണാനില്ല. ഇപ്പൊ സ്ഥായിയായിട്ടുള്ള അക്ഷരങ്ങളിൽ ഏറ്റവും പവിത്രം ഓംകാരമാണ്. അതിലും വലിയൊരു അക്ഷരം ഇനി ഈ ലോകത്ത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നപോലെ ഇപ്പോ ഈ ജപങ്ങളില് ഹരേ രാമ ഹരേ കൃഷ്ണയിലും വലിയ ഒരു ജപം കണ്ടുപിടിക്കാൻ പറ്റില്ല. 100% ആണത്. അതുപോലെ ഹിമാലയം ഏറ്റവും കൂടുതൽ എന്താണ്? സ്ഥായിയായ ഭാവം, അത് ഹിമാലയമാണ്. അതിലപ്പുറം ഒന്നിനെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഭഗവാന്റെ വിഭൂതി. ഹരിയോ ഹരിയോം. അപ്പൊ എല്ലാവരും അവരവരുടെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ കേട്ടു. അല്ല, ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ആരെങ്കിലും സെയിം ആയിട്ട് പറയുന്നു. അപ്പൊ 20ാമത്തെ ശ്ലോകമാണ് കോമൺ ആയിട്ട് രണ്ടുപേരും പറഞ്ഞു. ഇനിയിപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി EV നാരായണനെ, നമ്മുടെ ക്വിസ് മാസ്റ്റർ, SPYSS മലയാളത്തിന്റെ സ്വന്തം ക്വിസ് മാസ്റ്റർ, ഹരിയോം. ഹരിയോം അണ്ണ, ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ഓപ്പൺ ഡിസ്കഷൻ എന്നുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ ക്വിസിനെ പറ്റിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാവുമോന്ന് അറിയില്ല. ഇതിപ്പോ നമ്മുടെ എൻട്രൻസ് എക്സാംസ് ഒക്കെ നടക്കുന്ന സമയമാണ്. എല്ലാവരും A+ഉം AA+ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ 100%ലാണ് ഇപ്പൊ മാർക്സ് ഒക്കെ കിടക്കുന്നത്. അപ്പോ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ ദിവസം അല്ലെങ്കിൽ എല്ലാ ആഴ്ചത്തോറും ഇവിടെ വന്ന് പ്രകടിപ്പിക്കുന്ന നമ്മുടെ നിപുണത അല്ലെങ്കിൽ നമ്മുടെ സാമർഥ്യം ഒക്കെ എത്രയോ പ്രാവശ്യം ഈ ശ്ലോകങ്ങൾ ചൊല്ലിയതാണ്. ഇന്നും അവർക്ക് ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങളൊക്കെ ചൊല്ലി. ഇപ്പോ ഈ അവസ്ഥയിൽ ഇതിൽ നിന്നൊരു ക്വിസ് നടത്തിയിട്ട് ഒരാളുടെ അറിവ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ അല്ലെങ്കിൽ പറ്റുന്നുള്ളതിൽ വലിയ അർത്ഥമില്ല. കാരണം എല്ലാവരും വളരെ നന്നായി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. എങ്കിലും എനിക്ക് തന്ന ഒരു ജോലി എന്ന നിലയിൽ ഞാനത് ചെയ്തു തീർക്കാൻ പോവാണ്. സമയം കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചു തീർക്കാൻ ഞാൻ 10 ക്വസ്റ്റ്യൻസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ 10ല് അതിനോട് ഏറ്റവും അടുത്ത് വരുന്ന ആരുടെയാണോ ഉത്തരം വരുന്നത് അവരുടെ പേര് മാത്രം നമുക്ക് പറയാം. അപ്പോഴ് നിങ്ങൾ ആരാ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേര് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ചോദ്യം തുടങ്ങാം. ഇത് വെറും 10ാമത്തെ ചാപ്റ്ററിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് പല പുസ്തകങ്ങളും പല വേർഷൻസ് വന്നിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ ട്രാൻസ്ലേഷൻസും അല്ലെങ്കിൽ തർജ്ജമയായിട്ടും എന്റെ വ്യാഖ്യാനമായിട്ടും വന്നിട്ടുണ്ടാവും. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ശ്ലോകത്തിന്റെ മാത്രം അർത്ഥം എന്താണ് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. കൃഷ്ണൻ എന്താ പറയുന്നത്?
ദേവന്മാർക്കും ഋഷിമാർക്കും എന്റെ ഉത്ഭവത്തെ പറ്റി അറിയുകയില്ല. എന്റെ ഉത്ഭവത്തെ പറ്റി ദേവന്മാർക്കും ഋഷിമാർക്കും അറിയില്ല. എന്താണ് അതിന്റെ കാരണം? ഞാൻ ഓപ്ഷൻസ് തരാം, നിങ്ങൾക്ക് അത് തീരുമാനിക്കുക ഏതാണ് ശരിയെന്ന്. കൃഷ്ണൻ ജനനവും മരണവും ഇല്ലാത്തവനാണ്, 1. 2, ദേവന്മാർ ഒരു കാലത്ത് കൃഷ്ണന്റെ ശത്രുക്കളായിരുന്നു, 2. 3, ദേവന്മാരുടെയും ഋഷിമാരുടെയും ജനനത്തിന് കാരണം ശ്രീകൃഷ്ണനാണ്. ഇനി 4-മത്തത്, ബ്രഹ്മാവാണ് എല്ലാ സൃഷ്ടിയുടെയും കാരണക്കാരൻ. ഇപ്പൊ ഇതിൽ ഏതാണ് ഉത്തരം ശരിയെന്നാണ് ചോദ്യം. ഇതാണ്, കൃഷ്ണൻ പറയുന്നു ദേവന്മാർക്കും ഋഷിമാർക്കും എന്റെ ഉത്ഭവത്തെ പറ്റി അറിയുകയില്ല. എന്താണ് കാരണം? ഒന്നാമത്തത് ആൻസർ. വിജയകുമാർ, ഒന്നാമത്തത് ആൻസർ. കൃഷ്ണൻ ജനനവും മരണവും ഇല്ലാത്തവൻ. കൃഷ്ണന് ജനനവും മരണവും ഇല്ല. അതെ, ഒന്നാമത്തെ ജനനവും മരണവും ഇല്ല. ഉണ്ടോ? ഒന്നും ജനനവും മരണവുമില്ല. അല്ല, വേറെ വല്ല ഉത്തരവുണ്ടോ? ഹരിയാണ് എല്ലാ വിധത്തിലും ദേവന്മാരുടെയും മഹർഷിമാരുടെയും ആദി കാരണമാകുന്നു. അതാണ് ഉത്തരം. ശരി, അതാണ് ശരിയായ ഉത്തരം. അത് ഓമന സിക്ക് ഓമന ഒക്കെ പറഞ്ഞാണ് ഉത്തരം. എന്താ പറയുന്നത് അറിയോ? അഹമാദിഹി ദേവാനാം മഹർഷീണാം ച സർവശ. ഞാനാണ് ഇവർക്ക് മുമ്പിലെ ഉണ്ടായവനാണ്, അതുകൊണ്ട് എന്നെ പറ്റിയിട്ട് ആർക്കും അറിയില്ല. സന്തോഷം ഓമനക്ക, ഉത്തരം ശരിയാണ്. ഹരിയണ്ണ. ഇനിയിപ്പോ 2-മത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിനിപ്പോ മാർക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇപ്പോഴും പറയുന്ന അതേ ഉള്ളൂ. എല്ലാവരും ഓർത്തിരുന്നാൽ മതി ആരാണ് കൂടുതൽ ഉത്തരം തരുന്നതെന്ന്. 2-മത്തെ ചോദ്യം, ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത് താഴെ പറയുന്ന ആൾക്കാരിൽ നിന്നാണ്. ലോകത്തിലെ എല്ലാ, ഇത് ശ്ലോകം 16 ശ്ലോകം 6. ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത് സപ്തർഷികളിൽ നിന്നാണ്. എല്ലാവരും ഉണ്ടായിരിക്കുന്നത് പുരാതനരായ 4 ഋഷികളിൽ നിന്നാണ്. 3-മത്തെ ചോദ്യം, മനുക്കളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. 4-മത്തത് ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത് ആരിൽ നിന്നാണ്? ഈ ഓപ്ഷൻസിൽ ഏതാണ് ശരി? 3-മത്തെ ഹരിയോമണ്ണ, 3-മത്തെ മനുക്കളിൽ നിന്ന്. ആരാ പറഞ്ഞത്? രത്നവല്ലി അക്ക, മനുക്കളിൽ നിന്ന്. അത് ശരിയല്ല അക്ക. ഇനി വല്ല ചോദ്യങ്ങളുണ്ടോ, ഉത്തരങ്ങളുണ്ടോ? 4-മത്തെ ആരാ പറഞ്ഞത്? രമാക്ക. രമാക്ക, സോറി, രമാക്ക പറഞ്ഞോളൂ. എന്താ ഉത്തരം? അല്ലാതെ ഏതാ ഉത്തരം പറഞ്ഞത്? 4-മത്തെ പറയുവാണ്, മറന്നുപോയി. 4-മത്തെ ഇതൊന്നും മുഴുവൻ ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഉണ്ടായത് ആ പരമാത്മാവിൽ നിന്നാണ്. പരമാത്മാവിൽ നിന്നാണ് സപ്തഋഷികൾ ഉണ്ടായിരിക്കുന്നത്. പരമാത്മാവിൽ നിന്നാണ് ഋഷികൾ ഉണ്ടായിരിക്കുന്നത്. ഹരിയണ്ണ, എന്റെ മനസ്സിൽ നിന്ന് ജനിച്ചവരാകുന്നു. അത് ബ്രഹ്മാവിൽ നിന്നല്ലേ ഋഷി ഉണ്ടായത്? ബ്രഹ്മാവിന്റെ മകന്മാരായി. കൂടുതൽ ചോദ്യം നീട്ടുന്നില്ല. രമാക്ക പറഞ്ഞ് ശരിയാണ്, ഇതൊന്നും മുഴുവൻ ശരിയല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തിൽ നിന്നുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ മുകളിൽ പറഞ്ഞ 3 ആൾക്കാരുടെയും നിന്നാണ്. സപ്തർഷികളിൽ നിന്നാണ്, ഋഷികളിൽ നിന്നാണ്, മനുക്കളിൽ നിന്നാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല സൃഷ്ടി. അതുകൊണ്ട് ഇത് മുഴുവൻ ശരിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 3 ഓപ്ഷൻ മൊത്തമായിട്ട് ശരിയല്ല. ഇപ്പൊ രമക്കാണ് ഇതിന്റെ മാർക്ക്. ഇനി 3-മത്തത്, ശ്ലോകം 10 പ്രകാരം ഭഗവാനെ സ്ഥിരചിത്തതയോടുകൂടി പ്രാപിക്കാൻ ഭഗവാൻ അവർക്ക് ഡാഷ് യോഗം കൊടുക്കും എന്ന് പറയുന്നു. ഭഗവാനെ സ്ഥിരചിത്തയോടുകൂടി പ്രാപിക്കാൻ ഒരു യോഗം. ഏതാ യോഗം? ജ്ഞാനയോഗം. എല്ലാ യോഗവും വരുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ യോഗം എന്താണെന്ന് അറിയാം. ഇപ്പൊ ബുദ്ധിയോഗം, ഭക്തിയോഗം, ബുദ്ധിയോഗം, ധ്യാനയോഗം. പറഞ്ഞോളൂ. കർമ്മയോഗം. ആരാണത്? സരസ്വതി അക്ക. കുറച്ച് തെറ്റിപ്പോയേക്കാം. ഇനി വേറെ വല്ല ഉത്തരവുണ്ടോ? ബുദ്ധിയോഗമാണ്. മെജോറിറ്റി ബുദ്ധിയോഗം പറയുന്നു. ബുദ്ധിയോഗം ശരിയാണ്. ദദാമി ബുദ്ധിയോഗം തം ഏനമാമ ഉപയാന്തിതേ. ബുദ്ധിയോഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ചോദ്യം 4.
ഭഗവാൻ വേദങ്ങളിൽ സാമവേദം ആണെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ ആരാണ്? 1 കണ്ണ്, 2 ബുദ്ധി, 3 വായ, 4 മനസ്സ്. ഏതാണ്? മനസ്സ്. 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 വേറെ വല്ല ഉത്തരവുണ്ടോ? മനസ്സ്. കണ്ണ്, ബുദ്ധി, വായ, മനസ്സ്. മനസ്സ്. ആലോചിച്ചോളും, തെറ്റിപ്പോകണ്ട. മനസ്സ്. ശാസ്മി. ഇന്ദ്രിയാണാം മനഃശ്ചാസ്മി. ശ്ലോകം 22. ഇപ്പോ അതിന് 4-5 പേരുണ്ട് വിന്നേഴ്സ്. പിന്നെ അടുത്ത ചോദ്യം, ഭഗവാൻ പറയുന്നു, ഭഗവാൻ എന്താ പറയുന്നത്? ഞാൻ ഡാഷിന്റെ കൂട്ടത്തിൽ കുബേരനാകുന്നു. രാക്ഷസർ. ഭഗവാൻ പറയുന്നു ഞാൻ ഡാഷിന്റെ കൂട്ടത്തിൽ കുബേരനാകുന്നു. കൂട്ടത്തിൽ എന്നുള്ളതിന്റെ ഇനിയിപ്പോ അതിന്റെ ഓപ്ഷൻസ് ഞാൻ തരാം. 1 യക്ഷന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കുബേരനാകുന്നു. യക്ഷന്മാരുടെ കൂട്ടത്തിൽ. ഓപ്ഷൻസ് പറഞ്ഞു തീരട്ടെ. വസുക്കളിൽ ഞാൻ കുബേരനാകുന്നു. വസുക്കളെ പറ്റിയിട്ട് അറിയോ? വേണ്ട. രാക്ഷസന്മാരിൽ ഞാൻ കുബേരനാകുന്നു. 4 യക്ഷന്മാരിലും രാക്ഷസന്മാരിലും ഞാൻ കുബേരനാകുന്നു. ഇനി വല്ല ഓപ്ഷൻസ് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ പറഞ്ഞോളൂ. യക്ഷന്മാരിലും രാക്ഷസന്മാരിലും. 4. ഇനി വേറെ വല്ല ഉത്തരവുണ്ടോ? വസുക്കളിൽ 2. ആരാ പറഞ്ഞത്? ആദിശ്രീ. ആദിശ്രീ. ഓക്കെ. ഇനി വല്ല ഉത്തരവുണ്ടോ? യക്ഷരാക്ഷസന്മാരിൽ കുബേരനാകുന്നു. യക്ഷരാക്ഷസന്മാർ. ശരിയാണ്, അതാണ് ഉത്തരം. വിത്തേശോ യക്ഷരാക്ഷസാം. ശ്ലോകം 23. ഇനി 6ാമത്തെ ചോദ്യം വളരെ എളുപ്പമായി തോന്നുന്നുണ്ടല്ലേ? എല്ലാവരും പിന്നെ A+ അടിക്കുന്നവരല്ലേ? ഭഗവാന്റെ വ്യക്തിഭാവത്തെ അറിയാത്തവർ ആരാണ്? ഭഗവാന്റെ വ്യക്തിഭാവത്തെ അറിയാത്തവർ ആരാണ്? ഓപ്ഷൻസ്: 1 രാക്ഷസന്മാർ, അവർക്ക് ഭഗവാന്റെ വ്യക്തിഭാവത്തെ അറിയില്ല. 2 ഇവിടെ പറയുന്നത് ധൃതരാഷ്ട്രർ എന്നാണ്. ധൃതരാഷ്ട്ര ഏതോ ഒരു സന്ദർഭത്തിൽ പറയാണ് ധൃതരാഷ്ട്രർക്ക് ഭഗവാന്റെ വ്യക്തിഭാവത്തെ അറിയില്ല. 3ാമത്തത് ദേവന്മാരും ദാനവർക്കും വ്യക്തിഭാവത്തെ പറ്റി അറിയില്ല. 4ാമത്തത് ദുർവാസാവ് പോലുള്ള ഋഷികൾക്ക്, ഋഷിയാണെങ്കിലും ദുർവാസാവ് പോലുള്ള ഋഷികൾക്ക് അറിയില്ല. ഏതാണ് ഉത്തരം? ഭഗവാന്റെ വ്യക്തിഭാവത്തെ അറിയാത്തവർ ആരാണ്? രാക്ഷസന്മാർ, ധൃതരാഷ്ട്രർ, ദേവന്മാരും ദാനവരും, ദുർവാസാവ് പോലുള്ള ഋഷികൾ. ആരും പുസ്തകം വായിക്കുന്നുണ്ടോ? സിന്ധുവൊക്കെ ചിരിക്കുന്നുണ്ട്. എനിക്കും അറിയില്ല. ധൃതരാഷ്ട്രർ. വെരി ഗുഡ്. ആരാ പറഞ്ഞത്? സരസ്വതിയൊക്കെയാണോ? ലാലി. ലാലി. ഓക്കെ ഓക്കെ. കുറച്ച് തെറ്റിപ്പോയി. സിന്ധുവൊക്കെ പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ദേവന്മാരും ദാനവരും. പ്രഭയൊക്കെയാണ് പറഞ്ഞത്. ശരി, സമയം കൊണ്ട് ഞാൻ ഉത്തരം പറയാൻ പോവാണ്. അക്ക പറഞ്ഞത് ആര്? പ്രഭയൊക്കെയാണെന്ന് തോന്നാ പറഞ്ഞത്. ദേവന്മാരും ദാനവരുമാണ് അതിന്റെ ഉത്തരം. നഹിതേ ഭഗവാൻ വ്യക്തിം വിതർദേവാന ദാനവഹ. ഇവർ 2 പേർക്കും അറിയില്ലെന്നാണ് പറയുന്നത്. ആർക്ക്? ദേവന്മാർക്കും വിതർദേവ ന ദാനവാഹ. ഇനി അടുത്ത ചോദ്യം, പർവ്വതങ്ങളിൽ ഭഗവാൻ ആരാകുന്നു? പർവ്വതങ്ങളിൽ ഭഗവാൻ ആരാകുന്നു? 1 അഗസ്ത്യകൂടം, 2 ഹിമാലയം, 3 ഗോവർദ്ധനം, 4 ഇതൊന്നും അല്ല. ഗോവർദ്ധനം. ആ വരുന്നുണ്ട്, ഉത്തരങ്ങൾ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഗോവർദ്ധനം വന്നു. ഇനി ഉത്തരവുണ്ടോ? ഇതൊന്നുമല്ല. അഗസ്ത്യകൂടത്തിനാരുമില്ല. ശരിയാണ്, ഇതൊന്നും അല്ല. കാരണം എന്താ പറഞ്ഞാല് നേരത്തെ ഇവിടെ ജ്യോതിയൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു പറ്റിയിട്ട്. മേരു പർവ്വതാണ് പർവ്വതങ്ങളിൽ ഭഗവാന്റെ സ്ഥിതി പൊസിഷൻ. 4ാമത്തത് രുദ്രാണാം ശങ്കരച്ഛാസ്മി മേരു ശിഖരിണാം മഹം എന്നാണ് ശ്ലോകം പറയുന്നത്. ശ്ലോകം 23. ഇനിയിപ്പോ അടുത്ത ചോദ്യം,
ബുദ്ധിജ്ഞാന അസമ്മോഹ. ശ്ലോകം 4 ബുദ്ധിജ്ഞാന അസമ്മോഹ ക്ഷമ സത്യം ദമം ഗമം ദമം ശമം. ഇതില് ഈ അസമ്മോഹം എന്നാൽ എന്താണ് അർത്ഥം? അസമ്മോഹം അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ അസമ്മോഹ എന്താണ് അർത്ഥം? 1 മോഹം ഇല്ലായ്മ, 2 മരണത്തിന്റെ അനുഭവം, അറിയട്ടെ, 2 മരണത്തിന്റെ അനുഭവം, 3 മനസ്സിന്റെ നിയന്ത്രണം, 4 ചിന്താകുഴപ്പം ഇല്ലാതെ. 5-ാമത്തതില്ല. 4 ഓപ്ഷൻസ്. മോഹമില്ലായ്മ, മരണത്തിന്റെ അനുഭവം, മനസ്സിന്റെ നിയന്ത്രണം, ചിന്താകുഴപ്പം ഇല്ലാതെ. പറഞ്ഞോളൂ. മോഹമില്ലായ്മ. മോഹമില്ലായ്മ, അസമ്മോഹം, മോഹമില്ലായ്മ. ആരാ പറഞ്ഞേ? അല്പം പാടിപ്പോയി. പറഞ്ഞോളൂ. അതിനടുത്ത് വേറെ വല്ല ഉത്തരവുണ്ടോ? ആ ഉത്തരം ശരിയല്ല കേട്ടോ. ചിന്താക്കുഴപ്പമില്ലായിക. ചിന്താക്കുഴപ്പമില്ലായിക. ഗോവണ്ണന്റെ ഒച്ച കേട്ടു ഞാൻ. പിന്നെ വേറെ 2 പേര് പറഞ്ഞു ചിന്താക്കുഴപ്പമില്ലായിക. ചിന്താക്കുഴപ്പമില്ലായിക. അതാണ് ഉത്തരം. കൺഫ്യൂഷൻ ഇല്ലാത്ത അവസ്ഥയാണ് അസമ്മോഹ എന്ന് പറയുന്നത്. ഇനി 9-ാമത്തെ സമയം, ഇനി 4 മിനിറ്റേ ഉള്ളൂ. എന്താണ് വിഭൂതി? അതിന്റെ ഇനി നിയറസ്റ്റ് ആയിട്ടുള്ള മലയാളം ഉത്തരം പറഞ്ഞാൽ മതി. എന്താണ് ഈ വിഭൂതി? ഉത്തരങ്ങള്: 1 പവിത്രമായ ഭസ്മം, 2 അവതാരം, ഭഗവാന്റെ വിഭൂതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരം, 3 കീർത്തി, 4 പരമാത്മാവ്, 5 ഇതൊന്നുമല്ല. എന്താണ് കീർത്തി? അവതാരം, ഭഗവാന്റെ കീർത്തി, അവതാരം. ഇനി വല്ലതും ഉണ്ടോ? 5-ാമത്തെ ഇതൊന്നുമല്ല. ഗോവണം വളരെ സേഫ് ആയിട്ട് കളിക്കാൻ. അല്ല, നിയറസ്റ്റ് മലയാളിയെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ എന്നോട് കീർത്തിയാണ് ഉത്തരം. ഭഗവാന്റെ അനന്തമായ വിഭൂതിയെ കുറിച്ച്, ഐശ്വര്യത്തെ കുറിച്ച്, ഭഗവാന്റെ വളരെ കീർത്തിയെ പറ്റിയിട്ടാണ് ഇതിൽ മൊത്തം പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 24-ാമത്തെ ശ്ലോകത്തിൽ കണ്ടില്ലേ? എവിടെയാണ് ശ്ലോകം? 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് സേനാനികളിൽ ഞാൻ ആരാണെന്നാണ്. 1 ചിത്രകേതൻ, 2 പ്രഹ്ലാദൻ, 3 സുബ്രഹ്മണ്യൻ, 4 ശ്രീരാമൻ. സുബ്രഹ്മണ്യൻ, കാർത്തികേയൻ. സേനാനീനമഹം സ്കന്ദ ആരാണെന്ന് അറിയാല്ലേ? സുബ്രഹ്മണ്യനാണ്. അപ്പോ 10 കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ചോദ്യം. ഇത് സിന്ധു ഒക്കെ മാത്രം ഉത്തരം പറയരുത്, ബാക്കി എല്ലാവർക്കും പറയാം. കുറെ നാളുകളായിട്ട് വിഭൂതി യോഗം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇത് തുടങ്ങിയതെന്നാണ്? ആരാണ് ആദ്യത്തെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്? ഇത് തുടങ്ങിയ ഡേറ്റ് ഏതാണ്? ആരാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്? ആരാണ് ആദ്യമായിട്ട് പാടിയത്? 1 ശ്ലോകം, 1 പാടിയതാര്, എക്സ്പ്ലനേഷൻ തന്നതാര്, തുടങ്ങിയതെന്ന്. ഇതിൽ ഏതെങ്കിലും 1 സ്കോർ ചെയ്താലും മതി. സിന്ധുക്ക പറയല്ലേ? രമാക്ക. 1. ഇനി വല്ലവരുണ്ടോ? ജ്യോതിയൊക്കെയാണോ പറഞ്ഞത്? അല്ല വേറെ വല്ലവരാണോ? ജ്യോതിയൊക്കെ. എന്നാ തുടങ്ങിയതാണ് മെയിൻ ചോദ്യം. 1 വർഷമായി തോന്നുന്നു കേട്ടിട്ടല്ലേ? എന്നും 10-ാമത്തെ ഇതിനെ പറ്റിട്ട് പറയുന്നുണ്ട്. ഓപ്ഷൻസ് ഞാൻ തന്നില്ല, സോറി. നിങ്ങളെല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻസ്: 1 ജനുവരി 4, 2024. ഇതൊക്കെ വ്യാഴാഴ്ചയാണ് കേട്ടോ. നിങ്ങൾ അത് കണക്കൂട്ടണ്ട. ഇനിയിപ്പോ 2 അതായത് ചെക്ക് ചെയ്യുന്നു. ഡിസംബർ 21, 2023. ഡിസംബർ 21. 3 നവംബർ 30. അതും വ്യാഴാഴ്ചയാണ്. നവംബർ 30, 23. 4 ഡിസംബർ 28, 2023. ഈ 4 ഡേറ്റിൽ ഏത് ഡേറ്റിലാണ് നമ്മൾ
ചാപ്റ്റർ 10 വിഭൂതി യോഗം തുടങ്ങിയത്? നവംബർ 28. ഡിസംബർ 28. നവംബർ 30. ഡിസംബർ 28. 28 ഡിസംബർ. നവംബർ 28, 2023. 28 12. നവംബറാ നവംബർ. 28 വന്നു, നവംബർ 30 വന്നു. ഇനി വല്ലതും ഉണ്ടോ? ഡിസംബർ 21 അല്ല, ഇല്ല. ജനുവരി 4 അല്ല, നവംബറിൽ. ഡിസംബർ 28 തന്നെ. ഡിസംബർ 28. ഡിസംബർ 28. ഡിസംബർ 28. അതിന്റെ ഉത്തരം തൽക്കാലം പറയുന്നില്ല. ഇനി ഇത് ആരാണ് ആദ്യം പാടിയത്? ഒന്നാം ശ്ലോകം പാടി തുടങ്ങിയത് ആരാണ്? ഗിരിജാക്ക. ഗിരിജാക്ക. ഓപ്ഷൻ പറഞ്ഞില്ല. ഉണ്ടോ? ജ്യോതി അക്ക. അനഘ അണ്ണനാണ് പാടിയത്. ആരാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്? ആദ്യത്തെ ചോദ്യത്തിന്റെ ആദ്യത്തെ ശ്ലോകം പാടിയതാരെന്ന് പറഞ്ഞു. ഡേറ്റ് പറയാൻ പോവാണ്. ഇനി ആരാ എക്സ്പ്ലനേഷൻ കൊടുത്തത്? ഇ.വി. നായർ അണ്ണൻ. ആ, അത് കൊള്ളാം. എനിക്കെന്നിട്ടടിച്ചല്ലേ? വന്നില്ല, ശരിയായ ഉത്തരം വന്നില്ല. രണ്ടിനും ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. അനഘ അണ്ണനാണ്. പിന്നെ ഡിസംബർ 28 തുടങ്ങിയത്. ജ്യോതിയക്ക, ശരിയാണ്. ജ്യോതിയൊക്കെയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്തത്. ജ്യോതിയൊക്കെയാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഏകദേശം 2 മാസമായിട്ട് നമ്മൾ വിഭൂതി യോഗത്തിൽ ധാരാളം ചർച്ച ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോ ഇതിന്റെ മേളിലൊന്നും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും A+കാരാണ്. അപ്പൊ പിന്നെ ഉത്തരം പറയാതെ പോകുന്ന പ്രശ്നം ഇരിക്കുന്നില്ല. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ക്വിസ് പ്രോഗ്രാം എല്ലാവരും എല്ലാവർക്കും നന്ദി. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും കൂടെ നന്ദി. ഹരിയോം. സന്തോഷം. ഹരിയോം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓപ്പൺ ഡിസ്കഷൻ സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. 5 പേര് 4 ഫേവറേറ്റ് ഇല്ല, എത്രയാണ്? 1, 2, 3, 4 ഫേവറേറ്റ് ശ്ലോകങ്ങൾ പറഞ്ഞു. 1, 10, 20, 25. അതുകൂടാതെ നമ്മൾ ഇന്നത്തെ ക്വിസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. വളരെ സമയമെടുത്ത് ഓരോ ശ്ലോകവും ആദ്യം തന്നെ ഇത് ചോദ്യ ഉത്തരവാണ് ഭഗവത്ഗീതയിൽ. ആ ഉത്തരത്തിൽ പിന്നെയും ചോദ്യങ്ങൾ കണ്ടുപിടിച്ച ഇ.വി. നാരായണന് നന്ദി. അതേപോലെ എല്ലാ അക്കന്മാരും ഇവിടെ വന്ന് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ പറഞ്ഞ എല്ലാ അക്കന്മാർക്കും നന്ദി. നമുക്കിനിയും ക്ലോസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഉള്ളവരെല്ലാവരും ആണ് വിന്നേഴ്സ് എന്നാണ് പറയുന്നത് ഇ.വി. നാരായണൻ. ഇവിടെ ഏകദേശം 43 പേരുണ്ട്. നമ്മളെല്ലാവരും വിന്നേഴ്സാണ്. നേരെ ഇരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി. കണ്ണുകൾ അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.